ആദ്യമായി ടെക്സസിൽ നിന്ന് എത്തിയിരിക്കുന്ന ശ്രീ ശശിധരൻ നായർ, അമേരിക്കയിലെ മലയാളികൾക്കൊക്കെ സുപരിചിതനാണ്. അദ്ദേഹം ഫോമ എന്ന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ്, KHNAയുടെ മുൻ പ്രസിഡന്റ് എന്നുവേണ്ട അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും അഗ്രഗണ്യനായിരുന്ന ശ്രീ ശശിധരൻ നായർ ഭാരത് ബോട്ട് ക്ലബിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷയും രക്ഷാധികാരിയും ഏത് സമയത്തും
നമ്മളെ കൈ അയച്ച് സഹായിച്ചിട്ടുള്ള ആളുമായ ശശിധരൻ നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് പ്രൊഫസർ ജോസഫ് ചെറുവേലി. കുട്ടനാട്ടുകാരനായ അദ്ദേഹം വള്ളംകളി എന്ന് എവിടെ കേട്ടാലും അവിടെ കുട്ടനാട്ടുകാർക്കെല്ലാം അറിയാം. വള്ളംകളിയോടുള്ള അഭിവാഞ്ച പ്രൊഫസർ ചെറുവേലിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. എങ്കിലും ആമസോണിൽ എ പാസേജ് ടു അമേരിക്ക എന്ന ഒരു ഗ്രന്ഥം ഏതാണ്ട് 764 പേജിൽ മഹാഭാരതത്തിന് തുല്യമായി ഒരു ബയോഗ്രഫി അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ എല്ലാവരും അത് വാങ്ങണം. ഈ ബുക്കായിട്ടും അവൈലബിൾ ആണ്. എ പാസേജ് ടു ഇന്ത്യ. ഇവിടേക്ക് വിമാനമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കപ്പൽ കയറി ഈ രാജ്യത്ത് എത്തിച്ചേർന്ന അദ്ദേഹം എന്നും മലയാളികളോടൊപ്പം നിന്നിട്ടുണ്ട്. ഭാരത് ബോട്ട് ക്ലബിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ് അദ്ദേഹം. അതുപോലെ നമ്മുടെ ജെയിൻ ജേക്കബ്, റോക്ക്ലാൻഡിലെ മലയാളികൾക്ക് നല്ല എല്ലാവർക്കും തന്നെ സുപരിചിതനാണ് അദ്ദേഹം. ഒരു CBI കാരൻ കൂടിയായ അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയ വ്യവസായിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. തതുപരി ഭാരത് ബോട്ട് ക്ലബിന്റെ നെടും തൂണാണ്. അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. അത് ഈ മൂവർക്കും പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഭാരവാഹികളെ സാദരം ക്ഷണിക്കുകയാണ്. പ്രസിഡന്റ് ഭാരത് ബോട്ട് ക്ലബിന്റെ മറ്റ് ഭാരവാഹികൾ കൂടി വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് ഭാരവാഹികൾ എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അവർക്കറിയാമല്ലോ, അവർ സാദരം കടന്നു വരണം. നമുക്ക് ഈ ചടങ്ങ് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിശന്നിരിക്കുകയാണെന്നറിയാം. ആദ്യമായി ശ്രീമാൻ ശശിധരൻ നായരെ ആദരിച്ചുകൊണ്ട് പൊന്നാട അണിയിക്കുന്നു പ്രസിഡന്റും സെക്രട്ടറിയും സംയുക്തമായി. എല്ലാവരും, എനിക്കറിയാം എല്ലാവരുടെയും കൈ വളരെ തിരക്കിലായിരിക്കുന്നു. പക്ഷേ ഒരു ശകലം സ്പൂൺ കാത്തു വെച്ചിട്ട് എല്ലാവരും കൈയടിച്ച് അദ്ദേഹത്തെ ആദരിക്കണം. ഇതിനുശേഷം അദ്ദേഹം 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അടുത്തതായി പ്രൊഫസർ ചെറുവേലിൽ ജോസഫ്. ഈ ജോസഫ് ചെറുവേലിന്റെ സി, അദ്ദേഹം ക്രിസ്ത്യനാണ് എന്ന് പറയുകയാണ്, കത്തോലിക്കനാണ്. സി, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ കത്തോലിക്കൻ. ബട്ട് H for ഹിന്ദു. അദ്ദേഹം പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചെങ്കിലും ഒരു ഹൈന്ദവ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് വളർന്നതെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ C for Catholic, H for Hindus. Please give him a big applause. അടുത്തത് ചെയിൻ ജേക്കബ്. അദ്ദേഹവും രക്ഷാധികാരിയാണ്. ഭാരത് ബോട്ട് ക്ലബിന്റെ എന്നത്തെയും സന്നദ്ധ സഹചാരിയായ അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദിയുണ്ട്. അദ്ദേഹത്തിനും പൊന്നാട അണിയിക്കുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കുവാൻ ശശിധരൻ നായരെ ക്ഷണിക്കുന്നു. നമ്മുടെ BCCയുടെ മെമ്പേഴ്സും അനുഭാവികളും അതുപോലെ അതിൻ്റെ എല്ലാ പ്രവർത്തന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിച്ചു.
ലീഡേഴ്സ് ഫോറത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടുന്ന് ഡോക്ടർ മധു തന്നെ അവിടുന്ന് വരച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ. കൃഷ്ണരാജ് ഇങ്ങനെ എവരി 10 മിനിറ്റ്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എവിടായി. നിങ്ങൾക്കറിയാമല്ലോ, മഴയും ട്രാഫിക്കും ഒക്കെ ആയിട്ട് അതുകൊണ്ട് അല്പം താമസിച്ചത്. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുള്ള മലയാള മംഗളയുടെ പരിപാടിയൊക്കെ. എന്നാൽ ഞാൻ ഏണ്ട 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. തന്നെയുമല്ല, പ്രായാധിക്യവും ആകുന്നുണ്ട്. എന്നാലും നിങ്ങളെയൊക്കെ ഉറങ്ങുമ്പോൾ എൻ്റെ ആ പ്രായം മറന്നിട്ടെങ്കിൽ ചെറുപ്പമായ പോലെ തോന്നുന്നു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുപോലെ ഞങ്ങളവിടെ ഒരു ഗുരുവായൂരപ്പൻ അമ്പലമുണ്ട്. അവിടെ നല്ല ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് കഥകളി ഉത്സവം. ഏതായാലും നിങ്ങളെ കാണണമെന്നുള്ള ആവേശത്തിലുണ്ട്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഫ്ലോറിഡയിൽ നിങ്ങൾ അന്ന് എന്നോട് കാണിച്ചതായ ആ സന്മനസ്സിന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് വളരെ വളരെ നന്ദി ഞാൻ അറിയിച്ചോളാം. കാരണം ഒരു സംഭവത്തിൽ വളരെ സംവേദനത്തോടുകൂടി നിങ്ങൾ വളരെ ഡീസൻ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, അതിനാണ് നിങ്ങളെ ഞാൻ അഭിമാനപൂർവ്വം അഭിനന്ദിക്കുന്നത്. കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് എത്രമാത്രം സന്മനസ് കാണിക്കുന്നുവോ അവിടെയാണ് നിങ്ങൾ മഹത്വം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ന്യൂയോർക്ക് ഭാരത് ബോട്ട് ക്ലബ്ബ് അന്ന് കാണിച്ചതായ ആ സന്മനസ്സിനും നിങ്ങളുടെ ആ മനോഭാവത്തിനും, അത് നിങ്ങൾക്ക് മാത്രമല്ല ഭൂമിക്കും തന്നെയല്ല മലയാളികൾക്ക് മൊത്തം അഭിമാനമാണ് നിങ്ങളുടെ ആ പ്രവൃത്തി മുഴുവൻ. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണരാജ് ഇന്ന് എന്നോട് പറഞ്ഞത്, ഭൂമിക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ബോട്ട് ക്ലബിൻ്റെ പരിപാടിയുണ്ട്, ഇവിടെ വരാതിരിക്കരുത്. ഞാൻ നല്ല ദൂരമുണ്ട്, അറിയാമല്ലോ, ക്യൂൻസിനുള്ള എത്തണമെങ്കിൽ. അപ്പോൾ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര യാത്രയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നാലും രാവിലെ അവിടുന്ന് യാത്ര ഹ്യൂസ്റ്റണിൽ നിന്ന് ലഗുവാഡിയിൽ ഇറങ്ങി അവിടുന്ന് അവരെ എല്ലാം കണ്ടടിക്കാൻ ഇടയ്ക്ക് 2-3 മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ 4-5 വർഷം കൂടെ വരുമ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടില്ലേ, അവരൊക്കെ എന്താ പറയുക, എന്നെ മറന്നു പോകുന്നു. അതുകൊണ്ട് ഇത് ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടുകൂടി ഇവിടെ കാത്തിരുന്നതിന് എൻ്റെ പേഴ്സണലായിട്ടും അതുപോലെ കൃഷ്ണരാജിനും ഇതിൻ്റെ ഭാരവാഹികളായ ചെറിയാനും ശരിയാച്ചല്ലേ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഗൈതവുമായ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനിയും അടുത്ത വർഷം ഇങ്ങനെ കാണാൻ ഇടവരട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാവരും നടക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശശിയേട്ടൻ നമ്മുടെ ഒരു വെൽവിഷർ മാത്രമല്ല, നമ്മുടെ ക്ലബിന്റെ ഒരു ബിഗ് സ്പോൺസർ കൂടിയാണെന്ന് ഞാനൊന്ന് രക്ഷാധികാരി അന്ന് ഫോമയിൽ നമ്മൾക്ക് നിർഭാഗ്യമായ ചില സംഭവങ്ങൾ അവിടെ ഫോമ ലിസ്റ്റിലുണ്ടായപ്പോൾ ശശിയേട്ടന്റെ ശക്തമായ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് റിസോൾവ് ചെയ്യാൻ ഈ ക്ലബിന്റെ പേരിൽ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേക നന്ദി ശശിയേട്ടനെ അറിയിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഈ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഇതിന് പ്രത്യേകിച്ചും തമ്പിയും വിശ്വാദിനുമൊക്കെ ഇതിനെ ഒത്തിരി ഉയരത്തിലേക്ക് ഉയർത്തി ഒത്തിരി പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. സ്പോൺസർ ചെയ്യുന്നവർക്ക് ഒരു ചെക്ക് കൊടുത്തിട്ട് മാറിയിരുന്നാൽ മതി. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എനിക്കറിയാം എന്തുമാത്രം ഇവിടെ ചെയ്യുന്നുണ്ട്. അത് കുട്ടനാടിൻ്റെ ഒരു അഭിമാനമാണ്. അതിന് ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഇനിയും വരുന്ന കാലങ്ങളിൽ ഒത്തിരി ട്രോഫികൾ നമ്മൾ മേടിക്കും. കുട്ടനാടിൻ്റെ അഭിമാനം, കേരളത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുമെന്ന് ഉറപ്പുണ്ട്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.
size 10 സ്പോൺസേഴ്സിനെ വരും. നോട്ട് ന്യൂയോർക്ക് സൈസ്, ടെക്സസ് സൈസ്. Thank you, everybody. सनसेट है भाई तेरा फुल सेट है, मुझे भी देखो मेरा बनने लगा। देखो तो हसीना तो वाना भी करीना तो दोनों का फीवर है चढ़ने लगा। थोड़ा हार्ड सा होके, थोड़ा जेंटल सा होके, थोड़ा सेंटी सा होके, थोड़ा मेंटल सा होके, सारे It's not your सनम चाहिए आशिकी के लिए। जाम की जरूरत है जैसे, जाम की जरूरत है जैसे बेखुदी के लिए। हाँ एक सनम चाहिए आशिकी के लिए। बस एक सनम चाहिए आशिकी के लिए।
के हाथों में सबकी तकदीरें हैं। वक्त के हाथों में सबकी तकदीरें हैं। आईना झूठा है, सच्ची तस्वीरें हैं। जहाँ दर्द है वही जीत है, जहाँ प्यास है वही नीत है। कोई ना जाने मगर जीने की यही रीत है। सांसों की जरूरत है जैसे, सांसों की जरूरत है जैसे, मौसीकी के लिए बस एक सनम चाहिए आशिकी के लिए। हाँ एक सनम चाहिए आशिकी के लिए। मंजिलें हासिल है फिर भी एक दूरी है। मंजिलें हासिल है फिर भी एक दूरी है। बिना हमराही के जिंदगी अधूरी है। मिलेगी कहीं कोई रहबर, तन्हा कटेगा कैसे ये सफर। मेरे सपने हो जहां लूटूं मैं ऐसी नजर। चांद की जरूरत है जैसे, चांद की जरूरत है जैसे, चांदनी के लिए बस एक सनम चाहिए आशिकी के लिए। सांसों की जरूरत है जैसे, सांसों की जरूरत है जैसे, जिंदगी के लिए बस एक सनम चाहिए आशिकी के लिए। सनम चाहिए आशिकी के लिए, आशिकी के लिए, आशिकी के लिए, आशिकी के लिए। വഞ്ചിപ്പാട് വള്ളംകളി എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ വഞ്ചിപ്പാട് വേണം. വഞ്ചിപ്പാട്ടിലേക്ക് എന്തോന്ന് വള്ളംകളി അല്ലേ? അർജുന സാരഥിയായി വിശ്വനാഥനാദുകാലം. അർജുന സാരഥിയായി വിശ്വനാഥനാദുനേരം. അർജുന സാരഥിയായി വിശ്വനാഥനാദുനേരം. ഹരിയ
നമസ്കാരം